നമസ്കാരം. അന്നമ്മയും പിള്ളേരും, നല്ല ടൈറ്റിൽ പേരല്ലേ. ഡയറക്റ്റ് ചെയ്യുന്നത് മനോജ് മണിയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹരിപ്പാട് ഹരിലാലാണ്. ഇതിനു മുമ്പ് ഞാൻ ഹരിലാലിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു റൈറ്ററാണ് ഞാൻ. അതിനകത്ത് അന്നമ്മയും പിള്ളേരുടെ 4 പെമ്മക്കളുടെ അമ്മയായിട്ടാണ് അതിനകത്ത്. എൻ്റെ ഹസ്ബൻഡായിട്ട് ലെൻസിയാറാണ്. അപ്പോൾ ഇതൊരു നല്ല പടമായിരിക്കും. കാരണം ഒരു നല്ല ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കഥ, അതാണ് എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഈ പടം ഒരു ഭംഗിച്ചൊരു ഹിറ്റാവട്ടെ. അതുപോലെ ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ പടങ്ങൾ ഓടുന്നതിന് നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ എല്ലാ പടങ്ങളും ഇപ്പോൾ ഓടുന്നുണ്ട്. അതുകൊണ്ട് നല്ല കണ്ടൻറ് ഉള്ളതുകൊണ്ട് നല്ലൊരു പടമാണ്. പ്രേക്ഷകരെല്ലാം എന്തായാലും തിയേറ്ററിൽ വന്ന് പടം കാണുന്നത് എനിക്ക് ഉറപ്പായും എനിക്കറിയാം. എല്ലാവർക്കും ഈ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന അന്നമ്മയും പിള്ളേർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം. ഞാൻ അന്നമ്മയും പിള്ളേരും എന്ന ചിത്രത്തിൻ്റെ പൂജാവേളയിലാണ്. ഗംഭീരമായിട്ട് പൂജാ ചടങ്ങുകളെല്ലാം പര്യവസാനിച്ചിരിക്കുകയാണ്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് എൻ്റെ നിർമ്മാതാക്കളായ വിനോദ് ഐസക്കും ഡിജോയുമാണ്. സംവിധായകൻ മനോജ് മണിയാണ് ഒപ്പം ഉള്ളത്. റോണി ശശിധരൻ ക്യാമറമാനാണ് അടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വളരെ ഗംഭീരമായി ഞങ്ങളുടെ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും തുടർന്നും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫെബ്രുവരി 2nd വീക്ക് ഷൂട്ട് തുടങ്ങാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവം അനുഗ്രഹിച്ചെല്ലാം ഭംഗിയായി നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കഥയെക്കുറിച്ചിട്ട് അരിച്ചേട്ടൻ ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അത് ഞങ്ങൾ ഒരു അരമണിക്കൂർ കഥ കേട്ടിരുന്നതിന് ശേഷം ഞാൻ അരിച്ചേട്ടനോട് ഉടനെ പറയുകയുണ്ടായി, അരിച്ചേട്ടാ ഇതൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് നമ്മളൊരു സാധനം പറഞ്ഞ് വിടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫാമിലി എൻ്റർടൈനർ മാത്രമല്ല, പ്ലസ് ഒരു ത്രില്ലർ ജോണറും കൂടിയാണ്. അതായത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില അനിഷ്ടമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അതിൽ നിന്ന് എങ്ങനെ മാനേജ് ചെയ്ത് നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ച് നമ്മുടെ സമൂഹത്തെ തിരിച്ച് പിടിക്കാം എന്നുള്ളൊരു മെസ്സേജ് കണ്ടന്റും കൂടെ ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നതും പിന്നെ ഈ അന്നമ്മ എന്ന് പറയുന്ന ക്യാരക്ടറും കൂടെ ചുറ്റുപറ്റി നിൽക്കുന്ന എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെപ്പോലെ അവരുടെ ഓരോരോ ക്യാരക്ടേഴ്സ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും കണ്ടൻറ്റുകളും എല്ലാം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അന്നമ്മ പിള്ളേരും എന്ന് പറഞ്ഞ ഈ മൂവിയുടെ കുറച്ച് കാലത്തെ ഞങ്ങളുടെ ഒരുപാട്, അതായത് ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ ഞങ്ങളെല്ലാം കൂടി ഒരു ടീം വർക്കായിട്ട് കുറച്ച് കാലത്ത് ഞങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ഈ പൂജാവേള കഴിഞ്ഞ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മൂവി നമുക്കൊരു വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ മൂവി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും ആശീർവാദം അനുഗ്രഹം എല്ലാം ഇതിനുണ്ടാവും എന്നുള്ള 100% പ്രതീക്ഷയോടുകൂടി നമ്മളെ കൂടുതൽ ഇതിൻ്റെ ഡയറക്ടറായ മനു ഉണ്ട്, അതിൻ്റെ ക്യാമറ ടോണിയുണ്ട്, നമ്മളെ ഡിജോ പട്ടോളി, നമ്മളെ പാർട്ട്നേഴ്സായിട്ടുള്ള ഡിജോ പട്ടോളി ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമാണത്. അപ്പം എല്ലാവരുടെയും ആശീർവാദം അനുഗ്രഹം ഇതിന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഈ ഡിവൈൻ ഫിലിംസിനെ കുറിച്ചാണ്. ഈ ഡിവൈൻ ഫിലിംസിൻ്റെ ആരംഭം ശരിക്കും കുറിച്ചത് ഞാനാണ്. അതായത് ഡിജു വിനോദ് അതിൻ്റെ ഒരു ബാനറായിട്ട് ഞങ്ങൾ നിർമ്മിച്ചതാണ് ഡിവൈൻ ഫിലിംസ്. അപ്പോൾ ഡിവൈൻ ഫിലിംസിന് ഓൾറെഡി 3-4 പടങ്ങൾ ഇറങ്ങി. അതിൻ്റെ അടുത്തൊരു പ്രൊജക്റ്റായിട്ട് ഈ ഒരു പടം അന്നമ്മയും പിള്ളേരും എന്നുള്ള ഈ പ്രൊജക്റ്റ് അത് തന്നെ കുറച്ചധികം വർഷങ്ങൾ ഹരിലാൽ സാറിൻ്റെ ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്ന ഒരു നല്ലൊരു സ്ക്രിപ്റ്റാണ്. ആ ഒരു സ്ക്രിപ്റ്റിനെ ഈ ഒരു ടീം ഒരു ചലച്ചിത്രമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ടുള്ള കഠിന പരിശ്രമത്തിൻ്റെ തുടക്കം ഇന്ന് ആരംഭിക്കുകയാണ്. എൻ്റെ പേര് റോണി. ഞാൻ ഈ അന്നമ്മയും പിള്ളേരും എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ക്യാമറാമാനാണ്. ഡയറക്ടർ മനോജ് എൻ്റെ സുഹൃത്താണ്. വേറെ ഒരുപാട് സിനിമകളുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന പടമായിട്ട് ഫസ്റ്റ് പടം അതിൽ ഛായാഗ്രഹനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അന്നമ്മയും പിള്ളേരുള്ള ചിത്രം ഒരു വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ഉണ്ടാകുമെന്ന്